ലോകത്തിലെ ശരിക്കും പവർഫുൾ ആയിട്ടുള്ള പൊസിഷൻ, ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് സ്വയം പലരും വിളിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു തീരുമാനമായിട്ടുണ്ട്. ഗ്രീൻലൻഡ് സ്വന്തമാക്കാനുള്ള പുറപ്പാടിനിടയിൽ പറ്റിയ കയ്യബദ്ധം. വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു AI ജനറേറ്റഡ് ഇമേജ് ആണ് ഇപ്പോൾ ലോകം മുഴുവൻ ചിരിച്ചു തള്ളുന്നത്. മഞ്ഞുമലകളിലൂടെ ഒരു പെൻഗ്വിന്റെ കൈയും പിടിച്ച് നടന്നു പോകുന്ന ട്രംപ്. കേൾക്കുമ്പോഴും കാണുമ്പോഴും നല്ല രസമുണ്ടല്ലേ? പക്ഷെ ഇതിലൊരു ചെറിയ ടെക്നിക്കൽ ഇറർ പറ്റിപ്പോയി. എന്താണ് ആ പെൻഗ്വിൻ മിസ്റ്ററി? എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ട്രംപിനെ ഇങ്ങനെ ഇത്ര കാര്യമായി ട്രോളുന്നത്? നോക്കാം. ആദ്യം തന്നെ എന്താണ് ആ വൈറൽ പോസ്റ്റ് എന്നൊന്ന് പരിശോധിക്കാം. ജനുവരി 24 ശനിയാഴ്ചയാണ് വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക പേജുകളിൽ ആ ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. സംഗതി ഒരു AI ഇമേജ് ആണ്. അതിൽ സാക്ഷാൽ ട്രംപ് വളരെ ഗൗരവത്തിൽ മഞ്ഞുമലകളിലേക്ക് നടന്നു പോകുന്നുണ്ട്. കൂടെയുള്ളത് ഒരു കുട്ടി പെൻഗ്വിൻ ആണ്. ആ പെൻഗ്വിന്റെ കയ്യിൽ ഒരു അമേരിക്കൻ പതാകയുണ്ട്. പശ്ചാത്തലത്തിലുള്ള മലകളിൽ ഗ്രീൻലൻഡിന്റെ ഫ്ലാഗും കാണാം. ക്യാപ്ഷൻ ഇതാണ്: എംബ്രേസ് ദ പെൻഗ്വിൻ, അതായത് ആ പെൻഗ്വിനെ നെഞ്ചോട് ചേർക്കുക എന്നാണ്. ഇനി ഇതിലിപ്പോൾ ഇത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം അല്ലെ? സത്യത്തിൽ 2026 തുടക്കത്തിൽ ഇന്റർനെറ്റിൽ വലിയൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. സ്വന്തം കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് മഞ്ഞുമലകളിലേക്ക് നടന്നു പോകുന്ന ഒരു പെൻഗ്വിന്റെ വീഡിയോ. ഇതിനെ ആളുകൾ നൈലസ്റ്റ് പെൻഗ്വിൻ അല്ലെങ്കിൽ ലോൺലി പെൻഗ്വിൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഈ ഒരു ട്രെൻഡ് പിടിക്കാൻ നോക്കിയതാണ് വൈറ്റ് ഹൗസിലെ സോഷ്യൽ മീഡിയ ടീം. പക്ഷെ പണി പാളിപ്പോയി. ഇവിടെയാണ് കാര്യങ്ങൾ തമാശയാകുന്നത്. ട്രംപ് നടന്നു പോകുന്നത് ഗ്രീൻലാൻഡിലേക്കാണ്. ഗ്രീൻലൻഡ് എവിടെയാണ്? അത് ആർട്ടിക് സർക്കിൾ അഥവാ വടക്കൻ ധ്രുവത്തിലാണ്. എന്നാൽ പെൻഗ്വിനുകൾ എവിടെയാണുള്ളത്? അത് അന്റാർട്ടിക്കയിൽ അഥവാ തെക്കൻ ധ്രുവത്തിലാണ്. ഗ്രീൻലൻഡിൽ സ്വാഭാവികമായി ഒരു പെൻഗ്വിൻ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പെൻഗ്വിനെ കാണണമെങ്കിൽ ഗ്രീൻലൻഡിൽ നിന്ന് ഏകദേശം 12,000 മൈലെങ്കിലും സഞ്ചരിക്കണം. ചുരുക്കത്തിൽ ഗ്രീൻലൻഡ് പിടിക്കാൻ പോകുന്ന പ്രസിഡന്റിന് അവിടെ എന്തൊക്കെ പക്ഷി മൃഗാദികൾ ഉണ്ട് എന്നുള്ളത് പോലും അറിയില്ല എന്നാണ് നെറ്റിസൻസ് പറയുന്നതും ചോദിക്കുന്നതും. നോ പെൻഗ്വിൻസ് ഇൻ ഗ്രീൻലൻഡ് എന്നത് ഇപ്പോൾ എക്സിൽ ഒരു ട്രെൻഡിംഗ് ആയിട്ടുള്ള ഹാഷ്ടാഗുമാണ്. എന്തായാലും ഈ സംഭവം ആദ്യത്തെ സംഭവമൊന്നും അല്ല എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഇങ്ങനെ എയറിൽ കയറുന്നത് ട്രംപിന് പുത്തരിയല്ല എന്നുള്ളതാണ് കാര്യം. ഇനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്രംപ് തന്റെ സമാന്തര ലോകത്തെ മാപ്പുകളും ചിത്രങ്ങളും പുറത്തുവിടുന്നുണ്ട്. ജനുവരി 20 അദ്ദേഹം ഒരു മാപ്പ് പങ്കുവച്ചു. അതിൽ അമേരിക്കയുടെ കൂടെ ഗ്രീൻലൻഡും കാനഡയും വെനസ്വേലയും ഒക്കെ ഉണ്ട്. പുള്ളിക്കാരൻ മനസ്സിൽ ഓൾറെഡി ഇതൊക്കെ പിടിച്ചടക്കി കഴിഞ്ഞു എന്ന് തോന്നുന്നു. മറ്റൊരു ചിത്രത്തിൽ ട്രംപും JD വാൻസും മാർക്കോ റൂബിയോയും നിൽക്കുന്നു. തൊട്ടടുത്തൊരു ബോർഡ്: ഗ്രീൻലൻഡ് US ടെറിട്ടറി എസ്റ്റാബ്ലിഷ് 2026, അതായത് 2026 ഗ്രീൻലൻഡ് അമേരിക്കയുടെ ഭാഗമായി കഴിഞ്ഞു എന്ന്. ഇനി ഇതിനോടുള്ള ഡാനിഷ് പ്രതികരണമാണ് ഹിറ്റ്. ഈ പെൻഗ്വിൻ കളി കണ്ട് ഡെൻമാർക്ക് വെറുതെ ഇരുന്നില്ല. ഡാനിഷ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അതുപോലെ തന്നെ ഗ്രീൻലൻഡ് ഭരണകൂടത്തിൽ നിന്നും വളരെ പക്വതയുള്ള എന്നാൽ കൃത്യമായ മറുപടി വന്നിട്ടുണ്ട്. ഗ്രീൻലൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല, അത് ഗ്രീൻലൻഡുകാരുടേതാണ് എന്ന പഴയ ഡയലോഗ് അവർ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഡാനിഷ് സോഷ്യൽ മീഡിയയിൽ പലരും പരിഹാസ രൂപേണ ചോദിക്കുന്നത്, അടുത്ത തവണ ട്രംപ് സഹാറ മരുഭൂമിയിൽ പോയി പോളാർ ബെയറിനെ താലോലിക്കുന്ന ചിത്രം ഇടുമോ എന്നാണ്. കാരണം ഒരു പെൻഗ്വിൻ ഗ്രീൻലാൻഡിൽ എത്തുന്ന അത്രയും തന്നെ അസംബന്ധമാണ് അതും. ഇനി ഗ്രീൻലൻഡ് വിൽപ്പനയ്ക്കല്ല എന്ന് ഡാനിഷ് നേതാക്കൾ പണ്ടേ പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ ട്രംപ് അത് കേട്ട ഭാവമില്ല. പെൻഗ്വിനെ കൂട്ടുപിടിച്ച് അങ്ങോട്ട് പോകാനാണ് പ്ലാൻ എന്ന് തോന്നുന്നു. പക്ഷേ പെൻഗ്വിൻ വഴിതെറ്റി ആർട്ടിക് ഭാഗത്ത് എത്തിയത് എങ്ങനെയാണ് എന്ന് മാത്രം ആരും ചോദിക്കരുത്. സത്യത്തിൽ ഈ പെൻഗ്വിൻ പോസ്റ്റ് ഇതുകൊണ്ട് വൈറ്റ് ഹൗസ് എന്താണ് ഉദ്ദേശിച്ചത്? ഒറ്റപ്പെട്ടു പോയ പെൻഗ്വിനെ പോലെ ഗ്രീൻലൻഡിനെ അമേരിക്ക നെഞ്ചോട് ചേർക്കും എന്നാണോ, അതോ വെറുതെ ഒരു ട്രെൻഡ്? അത് നോക്കിയപ്പോൾ അബദ്ധം പറ്റിയതാണോ? എന്തായാലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ കോമഡിയായി മാറിയിരിക്കുകയാണ്. നയതന്ത്ര കാര്യങ്ങളിൽ ഇത്രയും വലിയ ജിയോഗ്രാഫിക്കൽ ഇറർ വരുത്താൻ വൈറ്റ് ഹൗസിന് എങ്ങനെ സാധിച്ചു എന്നാണ് എല്ലാവരും അത്ഭുതപ്പെടുന്നത്. ഒരുപക്ഷെ ആ ഒരു AI ഇമേജ് ക്രിയേറ്റ് ചെയ്ത ആൾക്കും പെൻഗ്വിൻ എവിടെയാണ് ഉള്ളത് എന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ സംഗതി ഇതാണ്: ജോഗ്രഫി പഠിച്ചിട്ടില്ലെങ്കിലും വൈറ്റ് ഹൗസിൽ ഇരിക്കാം, പക്ഷെ സോഷ്യൽ മീഡിയ വെറുതെ വിടില്ല. ട്രംപ് ശരിക്കും ഗ്രീൻലൻഡ് സ്വന്തമാക്കുമോ, അതോ ഇതൊക്കെ വെറും AI ഗിമിക്കുകളായി അവശേഷിക്കുമോ എന്ന് നമുക്ക് നോക്കാം. സംഭവം കേട്ടിട്ട് എന്ത് തോന്നുന്നു? ട്രംപ് ശരിക്കും ഗ്രീൻലൻഡ് വാങ്ങുമോ, അതോ ഈ പെൻഗ്വിൻ ചിത്രങ്ങളെ പോലെ ഇതെല്ലാം വെറും വിർച്വൽ റിയാലിറ്റിയായി അവസാനിക്കുമോ? സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് വഴിതെറ്റിപ്പോയ പെൻഗ്വിനും ലോക രാഷ്ട്രീയത്തിൽ തന്റെ വഴിവെട്ടുന്ന ട്രംപും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഏതായാലും ഈ എംബ്രേസ് ദി പെൻഗ്വിൻ മുദ്രാവാക്യം ഇപ്പോൾ ട്രംപ് വിരുദ്ധർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.